മതി 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 ഇത്തിരി ഉപ്പേരി ഇട്ടാ എല്ലാം മതി കേട്ടാ. വലിയ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. സൂപ്പർ ആയിട്ടാ. വല്യപ്പനെ പോലത്തെ വലിയ മനുഷ്യനാണ് അഭിപ്രായം തുറന്നു പറഞ്ഞത്. നിങ്ങൾക്ക് കിട്ടിയൊരു അവാർഡാ അത്. അതെ അതെ, മോദിയും പറഞ്ഞ കറക്റ്റാ. ഇപ്പൊ ഒരാൾക്കാർ സിനിമ കണ്ടു കഴിഞ്ഞാൽ പോലും ഒരു അഭിപ്രായം പറയാറില്ല. കോടിക്കണക്കിന് രൂപ മുടക്കി പടം റിലീസ് ചെയ്യും. അത് കണ്ടിട്ട് ഒരു മലയാളി എന്താ പറയാ, വലിയ കുഴപ്പമില്ലട്ടാ. അല്ലെങ്കിൽ എന്തുട്ടിന് കുഴപ്പം? ഈ നല്ലൊരു അഭിപ്രായം പറയാൻ പോലും മലയാളിക്ക് മടിയാ. തമിഴന്മാരെ കണ്ടുപിടിക്കണം റൊമ്പ പ്രമാദം, ഹിന്ദിയില് ലാജവാബ്, ഖൂബ്സൂറത്ത്, അങ്ങനെയൊക്കെ അങ്ങനെ പറയും. മലയാളത്തിലാകുമ്പോ കുഴപ്പമില്ലട്ടാ. പക്ഷെ ഞങ്ങളെ സിനിമ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കും. അല്ല നല്ലതാന്നേ. പറയിപ്പിക്കണം, അതല്ലേ കഴിവ് അല്ലേടാ. വല്യപ്പ ഇന്ന് പോകുന്നുണ്ടോ അതോ ഇവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഒരാഴ്ച കഴിഞ്ഞ് പോയാൽ മതിയോ? ഇന്ന് തന്നെ പോണം. അല്ല നിങ്ങൾ കഴിക്കണില്ലേ? കഴിക്കട്ടാ. പള്ള പഴിച്ചിട്ട് ഇത്തിരി ചോറ് നിങ്ങൾ കഴിക്കുക, ഞാൻ ഇപ്പൊ വരാം. അല്ല പ്ലേറ്റ് ഒന്നേ ഉള്ളൂ. ഡിക്രൂസേ, വല്യപ്പ കവലയിൽ വെച്ച് നിങ്ങളെ കാണുന്നതിന് മുമ്പ് ഞാൻ ആദ്യം കണ്ടത് നിങ്ങളുടെ ആ കുക്കു സുഗുണനെ ആട്ടാ. അവനെല്ലാം എന്നോട് പറഞ്ഞു. നീ കുറെ കഷ്ടപ്പെട്ടില്ലടാ ഈ വീടൊക്കെ സംഘടിപ്പിക്കാൻ. എന്തായാലും നിന്റെ അഭിനയം നന്നായിട്ടാ. വല്യപ്പ ക്ഷമിക്കണം. എന്തിനാണ്ടാ ക്ഷമിക്കണേ? നീ പിടിച്ചു പറിക്കുകയും മോഷ്ടിക്കുകയും ഒന്നല്ലല്ല ചെയ്തേ. നിനക്കൊരു ലക്ഷ്യമല്ലേ, അത് നേടാൻ വേണ്ടിയുള്ള ശ്രമങ്ങള്. അത് നിന്റെ വല്യപ്പന് മനസ്സിലാവിടെ. ഞാൻ നാട്ടിൽ ചെന്ന് പറയാൻ പോണ എന്താണെന്ന് നിനക്കറിയാം. വിഷമിക്കണ്ട, ഈ കഷ്ടപ്പാടിന്റെ കാര്യമൊന്നുമല്ല. ഈ നല്ല നിലയില ഇവിടെ കഴിയണമെന്നാണ് ഞാൻ പറയാൻ പോണേ. നിനക്കൊരുപാട് അധ്വാനിക്കേണ്ടി വരും. വലിയ വലിയ ആൾക്കാരുടെയൊക്കെ ഉയർച്ചയ്ക്ക് പിന്നിൽ നല്ല അധ്വാനം ഉണ്ടടാ. നമ്മുടെ പഴയ പ്രസിഡന്റ് അബ്ദുൽ കലാം സാറ് പറയാറില്ലേ, സ്വപ്നം കാണണം, ഉറങ്ങുമ്പോഴല്ല ഉണർന്നിരിക്കുമ്പോൾ. അത് നേടാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. ആ പ്രയത്നത്തിൽ നിന്റെ വല്യപ്പൻ കൂടെ ഉണ്ടടാ. ധൈര്യമായിരിക്കേ. ഇതൊന്നും അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല എന്ന് എനിക്കറിയാം. സിനിമ എന്നൊക്കെ പറഞ്ഞ കുറച്ച് അധ്വാനം, കുറച്ച് ഭാഗ്യം, കുറച്ച് ദൈവാനുഗ്രഹം എല്ലാം കൂടെ വേണം. ഒരു പരീക്ഷണാടാ ഇതെല്ലാം, ഒരു പരീക്ഷണമാണ്. അതിന് ഇതേപോലെ ഒന്നും കള്ളം പറയേണ്ട കാര്യമില്ലടാ. എൻ്റെയൊക്കെ പ്രാർത്ഥന നിൻ്റെ കൂടെ ഉണ്ടടാ. പിന്നെ ഇവിടുത്തെ കഷ്ടപ്പാടൊക്കെ ഞാൻ കണ്ടിട്ടാ. എന്നാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം നീ വിചാരിച്ചാൽ മതി, വേറൊന്നുമില്ല. പിടിക്കടാ അങ്ങോട്ട്. പിന്നെ താഴെ അവരൊന്നും അറിയണ്ടട്ടാ എനിക്ക് ഇവരെല്ലാം അറിയാന്നുള്ളത്. അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സിനിമയില് നീ ഉയർന്നു വരുന്നത് കാണുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നത് നിന്റെ വല്യപ്പനായിരിക്കണ്ട.